ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ചൈനയിലേക്ക് തിരിക്കും. നിയന്ത്രണ രേഖയിലെ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായ ശേഷമുള്ള ആദ്യ മന്ത്രിതല കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് അജീഷ്, പറയും. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നും നാളെയുമാണ് ചൈനയിൽ വെച്ച് ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടുള്ള പ്രതിരോധ മന്ത്രിമാരുടെ കൂടിക്കാഴ്ച നടക്കുക. അതിനായിട്ടാണ് രാജ്നാഥ് സിംഗ് ഇന്ന് ചൈനയിലേക്ക് തിരിക്കുന്നത്. ചൈനീസ് പ്രതിരോധ മന്ത്രിയുമായും രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തും. അതുകൂടാതെ തന്നെ റഷ്യൻ പ്രതിരോധ മന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. പിന്നീട് മധ്യ ഏഷ്യയിലെ രാജ്യങ്ങളുമായിട്ടുള്ള പ്രതിരോധ മന്ത്രിമാരും രാജ്നാഥ് സിംഗുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. ചൈനയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് പ്രാദേശിക സുരക്ഷയും ഒപ്പം തന്നെ ഈ തീവ്രവാദത്തിനെതിരായ യോജിച്ച പോരാട്ടം, ഒപ്പം തന്നെ ഈ അതിർത്തി ലൈൻ ഓഫ് കൺട്രോളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ സേനാ പിന്മാറ്റം കഴിഞ്ഞ വർഷം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ലഡാക്കിലായിരുന്നു അതിനുള്ളൊരു ധാരണ ഉണ്ടായത്. അതിനെ തുടർന്നുള്ള നീക്കങ്ങൾ, തുടർന്നുള്ള നടപടികളെക്കുറിച്ചും ഇരു രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യും. കൂടാതെ റഷ്യയുമായിട്ടുള്ള ചർച്ചയിൽ പ്രധാനമായിട്ടും അവർ ഉന്നയിക്കുക ഈ ആയുധ കരാർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. കാരണം ഇന്ത്യയുടെ ആയുധങ്ങളിൽ കൂടുതലും റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ ഈ മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ തുടർ നടപടികൾ എന്തൊക്കെ വേണമെന്നുള്ള കാര്യത്തിൽ ചർച്ചയുണ്ടാകും. മാത്രമല്ല മധ്യ ഏഷ്യൻ രാജ്യത്തിലെ പ്രതിരോധ മന്ത്രിമാരുമായിട്ടും രാജ്നാഥ് സിംഗ് ചർച്ച നടത്തും. അതെല്ലാം ആഭ്യന്തര സുരക്ഷയും ഒപ്പം തന്നെ തീവ്രവാദത്തിനെതിരായ യോജിച്ച പോരാട്ടം, ഇതിനെക്കുറിച്ചായിരിക്കും ചർച്ച നടക്കുക. കഴിഞ്ഞ ദിവസം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലേക്ക് പോയിരുന്നു. അവിടെ സുരക്ഷാ ഉപദേഷ്ടാക്കന്മാരുടെ ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. കൂടാതെ ഈ സമാധാനത്തിന് വേണ്ടിയിട്ട് യോജിച്ച് പോരാടണം, മാത്രമല്ല ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ രാജ്യങ്ങളുടെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ചർച്ച നടന്നത്. മാത്രമല്ല ഇനി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ചൈനീസ് വിദേശകാര്യമന്ത്രിയും ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ഈ ചർച്ച ഏറെ നിർണായകമാകും. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.